നമസ്കാരം, ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ രോഹവരാഹ സർവകഷ്ട വിദ്വേഷണാം. ഇന്ന് ജൂൺ 17 ബുധനാഴ്ച, രംഭ തൃതീയ. 2 നിമിഷം നിങ്ങൾ ചെലവിട്ടാലേ പോതും. നിങ്ങൾ മനസ്സിൽ എന്ത് കരുതുന്നുവോ അത് നടന്നേ തീരും. നഷ്ടപ്പെട്ട സമ്പത്ത്, ആർക്കെങ്കിലും നിങ്ങൾ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത നിങ്ങളുടെ പണം, പൊന്ന്, പൊരുള്, എന്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തിയോ, ആരെങ്കിലും നിങ്ങളിൽ നിന്ന് ചതിച്ച് അത് അപഹരിച്ചുവോ, അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. 16 സെൽവങ്ങളെയും നിങ്ങളുടെ കൈക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അവളോ ഒരു ശക്തിയാർന്ന നാളാണ് ഇത്. ദയവ് ചെയ്ത് ഇത് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുതേ. വീഡിയോയ്ക്കുള്ളിലേക്ക് പോകുന്നതിന് മുന്നേ പഞ്ചമി തിഥി അപ്ഡേറ്റ് പറയാം. വരുന്ന വളർപ്പിറ പഞ്ചമി വെള്ളിയാഴ്ച 19 ജൂൺ 18 വ്യാഴാഴ്ച വൈകുന്നേരം 9 മണി വരെ വരുന്ന പേരുകൾ മാത്രമേ എനിക്ക് പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് എടുക്കാനൊക്കത്തുള്ളൂ. നമ്മുടെ വീഡിയോ തുടർന്ന് കണ്ടുവരുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാല് നമ്മുടെ ചാനലിലേക്ക് പുതിയതാണ്, നിങ്ങൾക്കും അറിയണച്ചാല് ഞാന് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ഇനി വന്നോളൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് തൃതീയ തിഥി. അമാവാസ്യ കഴിഞ്ഞിട്ട് 3ാമത് നാള് വരുന്നതാണ് തൃതീയ തിഥി. പൊതുവെ പറഞ്ഞാല് തൃതീയ തിഥി എന്നത് ഭയങ്കര നല്ല നാള്. നമുക്ക് എല്ലാവർക്കും അക്ഷയ തൃതീയ അന്ന് ഇപ്പോ സ്വർണം വാങ്ങണമെന്നാല് ആ സ്വർണം പല മടങ്ങ് പെരുകും എന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഈ രംഭ തൃതീയയും. എന്നാൽ ഇത് നിറയെ പേർക്ക് വന്നിട്ട് അറിയില്ല. ഇത് വർഷത്തില് 2 തവണയാണ് വരുന്നത്. കാർത്തിക മാസത്തില് 1, വൈകാശി മാസത്തില് 1. എന്നാൽ ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരാം, ഇപ്പൊ വൈകാശി മാസമേ മുടിഞ്ഞു പോയി, എങ്ങനെ നിങ്ങൾക്ക് ജൂൺ 17 വന്നിട്ട് രംഭ തൃതീയ വരും എന്ന് ചോദിക്കാം. ഈ വൈകാശി മാസത്തിലെ അമാവാസ്യ കഴിഞ്ഞു വരുന്ന 3ാമത്തെ ദിവസമാണ് തൃതീയ. അതിനെയാണ് നമ്മള് രംഭ തൃതീയ എന്ന് പറയുന്നത്. ഇപ്പോ വൈകാശി അമാവാസ്യ വന്നിട്ട് മെയ് മാസത്തിൽ വന്നു, ദെൻ ജൂൺ മാസത്തിലും വന്നിരുന്നു. 2ാമത് വരുന്ന അമാവാസ്യയാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടിയത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ജൂൺ 17 ഇതിന്റെ രംഭ തൃതീയ വരുന്നത്. ഈ നാളില് നമ്മൾ വഴിപാട് ചെയ്തു എന്നാല് സകല ഐശ്വര്യങ്ങളും കിട്ടും എന്ന് മാത്രമല്ല, ആരോഗ്യവും കിട്ടുന്നതിന് വേണ്ടി ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. എത്ര നമുക്ക് ഐശ്വര്യം ഉണ്ടായാലും സമ്പത്തുണ്ടായാലും നമ്മുടെ ആരോഗ്യസ്ഥിതി മെച്ചമില്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം നേടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതാണ് ഏതോ ഒരു അസുഖം, അതിൽ വർഷങ്ങളായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടിരിക്കുന്നു, അതിൽ നിന്ന് വെളിയിൽ വരണം. അങ്ങനെയൊക്കെ ഉള്ളവര് ഈ നാള് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇനി അഴക് കിട്ടണം, ബ്യൂട്ടിഫുൾ ഫേസ് കിട്ടണം, നല്ല മനോഹരമായിരിക്കണം എന്ന് വിചാരിക്കുന്ന സ്ത്രീകള് ഈ ദിവസം ഒരു കാരണവശാലും നിങ്ങൾ വെറുതെ വിടരുത്. എന്താച്ചാല് ശുക്ര ഭഗവാനോട് അരുളും അമ്പാളോട് അരുളും നിങ്ങൾക്ക് കിട്ടി നിങ്ങൾക്ക് അഴക് വന്നു ചേരും. ശരി, ഇനി നമുക്ക് രംഭ തൃതീയ നാളും നേരവും എല്ലാം മനസ്സിലാക്കാം. ജൂൺ 14 വന്നിട്ട് വൈകാശി അമാവാസ്യ വന്നിരുന്നു. അതിനാല് 3ാമത് നാള് ഈ വളർപ്പിറ തൃതീയ. ഇത് നോക്കിയാല് ബുധനാഴ്ചയാണ് വരുന്നത്. ഇന്ന് ജൂൺ 17 ഈ രംഭ തൃതീയ വന്നിരിക്കുന്നു. തൃതീയ എപ്പോ തിഥി ആരംഭിക്കുന്നെന്ന് ചോദിച്ചാല് ഇന്ന് ഏർലി മോർണിംഗ് അതികാലയിലെ 3:30 തിഥി ആരംഭിച്ചു കഴിഞ്ഞു. നാളെ വ്യാഴാഴ്ച ജൂൺ 18 ഏർലി മോർണിംഗ് 2:30 AM വരെയാണ് തിഥി ഇരിക്കുന്നത്. തിഥി നോക്കിയാല് ജൂൺ 17 ഇന്ന് ബുധനാഴ്ച മുഴുനീള തിഥി ഇരിക്കുന്നുണ്ട്. നാളെ വന്നിട്ട് പുണർദം. ഇന്ന് രാഹുകാലം വന്നിട്ട് 12 നിന്ന് 1:30 മണി വരെയാണ്. യമകണ്ഠം വന്നിട്ട് 7:30 നിന്ന് 9 മണി വരെയും. ഈ വഴിപാട് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഈ രംഭ തൃതീയെ പറ്റി നമുക്ക് കുറച്ച് മനസ്സിലാക്കാം. ചില വിശേഷ ദിവസങ്ങളില് അതിന് കുറുകിയ പുരാണ കഥകൾ കേട്ടു എന്നാല് പുണ്യം കിട്ടുമെന്നാണ്. ഇപ്പൊ വന്നിട്ട് ചിത്ര പൗർണമി അന്ന് നമ്മള് ചിത്രഗുപ്തനോടെ കഥയെ കേൾക്കുമ്പോൾ പുണ്യം കിട്ടുമില്ലേ? സോ ഓരോ ദിവസവും നമ്മൾ കാതാലെ കഥയെ കേൾക്കണം, അത് മനസ്സിലാക്കി വെക്കണം ഓരോ വിശേഷപ്പെട്ട ദിവസങ്ങളിലും. അതുപോലെ രംഭ തൃതീയെ കുറിച്ച് അതിനുള്ള കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള പരിഹാരങ്ങൾ വഴിപാടുകൾ നമ്മൾ ചെയ്തു എന്നാല് അതിന്റെ ബലം എന്നത് 100% നമുക്ക് കിട്ടും. ഇനി നോക്കിക്കോളൂ,
രംഭ, ഉർവശി, മേരക ഇവര് 3 പേരും ദേവലോക അപ്സരസുകള്. ഇവര് 3 പേർക്കുള്ളിലും ആർക്കാണ് കൂടുതൽ അഴക് എന്നുള്ളതില് 3 പേർക്കുള്ളിൽ ഒരു ജലസിരിപ്പുണ്ട്, ഒരു തർക്കം ഇരിപ്പുണ്ടെന്ന്. അതുപോലെ തന്നെ ഇവർക്കുള്ളില് ഒരു മത്സരം ഉണ്ടായിരുന്നു. നൃത്തത്തില് കൂടുതൽ മികവുള്ളത് ആർക്ക്, സൗന്ദര്യത്തിൽ മികവുള്ളത് ആർക്ക്, ഇതൊക്കെയാണ് ഇവരുടെ ഇടയിലുള്ള പോട്ടാപോട്ടികള്. ഈ നൃത്തത്തിന്റെ കാര്യത്തില് ഇവര് ഇങ്ങനെ മത്സരിച്ച് ഇന്ദ്രനോട് പോയി ചോദിക്കുന്നു. അപ്പൊ ഇന്ദ്രൻ എന്താ പറഞ്ഞത്? 3 പേരും നടനം ആടിയാല് നടുവിലിരുന്ന് തീർപ്പ് പറയാമെന്ന്. അപ്പൊ വന്നിട്ട് ദേവസഭയില് 3 പേർക്കും ഇങ്ങനെ നൃത്തത്തിനുള്ള ഒരു മത്സരം വെച്ചു. 3 പേരും വന്നിട്ട് ഭയങ്കര സിറപ്പാന നടനമാടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് രംഭാവക്ക് ഇന്ദ്രനോടെ ഗൗനത്തിനെ കവർന്നെടുക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി വന്നു. അവര് വന്നിട്ട് ഭയങ്കര ആക്രോശമാ അരങ്ങ് തകർത്തങ്ങ് ആടാനേ ആരംഭിച്ചു. ഇതില് വന്നിട്ട് നൃത്തത്തിന്റെ ഒരു എളിമയുണ്ടല്ലോ, അത് വന്നങ്ങ് കുറയുന്നു. രംഭയുടെ നെറ്റിയിലെ പൊട്ട് വന്ന് താഴെ വീഴുന്നു. ഇത് കണ്ടിട്ട് ഉർവശിയും മേനകയും വന്നിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. രംഭ വന്നിട്ട് അപമാനപ്പെട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. ഒരു കലയിൽ നമ്മൾ ഇൻവോൾവ് ആയി ചെല്ലുമ്പോൾ അത് ആ കലയെ മാത്രമേ നമ്മൾ മനസ്സിൽ ഭരിക്കാൻ പാടുള്ളൂ. കോപം, അസൂയ അങ്ങനെയുള്ള ഒരു മനസ്സിലെ ഒരു ചിന്തകൾക്കൊന്നും അവിടെ സ്ഥാനം ഉണ്ടാവാൻ പാടില്ല. വേറെ ഒരു കെട്ട ചിന്തകളും മനസ്സിൽ വരാനേ പാടില്ല. രംഭയുടെ മനസ്സിൽ ഒരു പൊരാമ, ഒരു ജലസ്, ഒരു അസൂയ വന്നതിനാല് ആ കലയിൽ വന്നിട്ട് അവിടെ അവളുടെ മേലെ കലൈവാണിക്ക് കോപം വന്നു. അവളുടെ അഴകും കലയും അവളെ വിട്ട് നീങ്ങിപ്പോയി. ഇതിനാല് ഭയങ്കരമായിട്ട് അപ്സെറ്റായ രംഭ വന്നിട്ട് വീണ്ടും അവരുടെ കലയും അവരുടെ സൗന്ദര്യത്തെയും തിരിച്ചു വരണം. അതിനായിട്ട് ഇന്ദ്രൻ കൂടെ പോയി അടുത്ത വഴി എന്താണെന്ന് ആരായുന്നു. അപ്പോ ഭൂലോകത്തില് പാർവതി ദേവി വന്നിട്ട് ഗൗരി എന്നെയായിട്ട് അവതരിക്കുന്നു. അവര് ഒരു മരത്തിന്റെ കീഴിലിരിക്കുകയാണ്. ആ ദേവിയെ വ്രതമിരുന്ന് വഴിപെട്ടാല് നിനക്ക് അരുൾ കിട്ടും. അപ്പൊ നിന്റെ സൗന്ദര്യവും കലയും എല്ലാം നിനക്ക് പഴയതുപോലെ തിരിച്ചു കിട്ടും. നിന്റെ എല്ലാ കുറവുകളും മാറുമെന്ന് ഇന്ദ്രൻ രംഭയോട് പറയുന്നു. സോ രംഭ വന്നിട്ട് അപ്പൊ മുതല് ഗൗരിദേവിയെ തേടിയിറങ്ങി. ഒരു നാള് രംഭ വന്നിട്ട് ആ ഗൗരിദേവിയെ തിരുപ്പഞ്ചലിയില് കണ്ടുമുട്ടി. ഇത് വന്നിട്ട് തൃച്ചിക്കരികിലിരിക്കുന്ന ഒരു കോവിലാണ്. ഇവിടെ അംബികയെ കണ്ടതും അംബികയുടെ മേലെ ഇരിക്കുന്ന വ്രതത്തിന് ഉദവി കൊണ്ടു. അവരും മഞ്ഞളില് പിള്ളയാരെ പിടിച്ചു വെച്ച് വ്രതമിരുന്ന് പൂജ ചെയ്തു. രംഭയുടെ പൂജയില് സംതൃപ്തയായ ഗൗരിദേവി വന്നിട്ട് ഒരു ദിവസം തങ്ക നിറത്തിൽ, അതായത് സ്വർണ്ണ നിറത്തിൽ സ്വർണ്ണ ദേവിയായിട്ട് രംഭയുടെ മുന്നേ അവതരിച്ചു, പ്രത്യക്ഷപ്പെട്ടു. അമ്മ വന്ന് അവതരിച്ച് പ്രത്യക്ഷപ്പെട്ടതിൽ നിന്ന് രംഭയ്ക്ക് മുന്നേലിരുന്നതിനെ വിட അധികം സൗന്ദര്യവും നൃത്തത്തിലും എല്ലാം ഭയങ്കര മികവുറ്റ ഒരാളായി മാറി. അവർക്ക് സെൽവം ധാരാളമായി കിട്ടി. അംബികയെ ഇങ്ങനെ വരിച്ച് ഈ വ്രതമിരുന്ന നാള് ഇന്നു മുതൽ നിനക്ക് പേരായിട്ട് രംഭാ തൃതീയ എന്ന് അറിയപ്പെടും. അങ്ങനെ ഈ ദിവസം രംഭാ തൃതീയ എന്ന് കൊണ്ടാടപ്പെടുന്നു. ഇത് തിരുവളയായിട്ട് മാറട്ടുമെന്നും ഒരു ആശീർവാദവും ഗൗരിദേവി കൊടുത്തിരിക്കുന്നു. അതിനാല് ഈ രംഭ വ്രതം ഇരിക്കാൻ ആരംഭിച്ച നാളും ഈ വ്രതം മുടിച്ച നാളും ഈ 2 നാളും രംഭാ തൃതീയയായിട്ട് കൊണ്ടാടപ്പെടുന്നു. ഈ ദിവസം വന്നിട്ട് സ്ത്രീകള് അംബികയെ വഴിപെട്ടാല് അവർക്ക് അഴക്, തിരുമ, ചുറുചുറുപ്പ് എല്ലാം നല്ല രീതിയിൽ കിട്ടും. അതുപോലെ തന്നെ അന്ന വന്നിട്ട് ഈ രംഭയ്ക്ക് മുന്നേ സ്വർണദേവിയായിട്ടല്ലേ പ്രത്യക്ഷപ്പെട്ടത്. ഈ ദിവസം വന്ന് വ്രതം ഇരിക്കുന്നവർക്ക് പൊന്ന്, പൊരുള്, സെൽവം, സ്വർണം, ഡയമണ്ട് എല്ലാം ചേരുമെന്നത് ഒരു ഐതിഹ്യമായിട്ട് കൊണ്ടാടി വരുന്നു. രംഭ എങ്ങനെ ഈ നാളില് വ്രതമിരുന്ന് അവർക്ക് നഷ്ടപ്പെട്ട അഴകും നൃത്തവും എല്ലാം തിരിച്ചു പിടിച്ചുവോ, അതുപോലെ തന്നെ ഈ നാളില് വന്നിട്ട് നമ്മൾ പൂജ, വഴിപാട്, പരിഹാരങ്ങളെല്ലാം ചെയ്ത് പ്രാർത്ഥിച്ചാല് നമ്മൾക്ക് നഷ്ടപ്പെട്ട സെൽവം, നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടുവോ അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇത് വന്നിട്ട് ശാസ്ത്രം പറയുന്നത്. ശരിയാ? ഇനി വന്നോളൂ, ആ പരിഹാരം എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അംബികയെ വന്ന് വെള്ളത്തിൽ വന്നിട്ട് ചില പൊരുൾകളൊക്കെ ഇട്ടിട്ട് അംബികയ്ക്കെന്നേ ഉള്ള ചില മന്ത്രത്തെ പറഞ്ഞ് നമ്മൾ വഴിപാട് ചെയ്യുമ്പോൾ അംബിക വന്നിട്ട് നമ്മുടെ വേണ്ടുതല് എത്രയും പെട്ടെന്ന് തന്നെ നടത്തി തരും. ഈ പൊരുൾകൾ ഇടുന്നതിന് കുറഞ്ഞത് ഒരു 2 നിമിഷം താൻ ആവും. എന്നാല് ഭയങ്കര ശക്തിയാർന്നത്. അങ്ങനെ തന്നെ ഈ പരിഹാരത്തിന് പറയാൻ പറ്റും. ഇത് വന്ന് നിങ്ങൾ ചെയ്തോളുക. അംബികാ ദേവിയുടെ പ്രണവ മന്ത്രം എന്നത് നോക്കിക്കോളൂ,
അങ് ഉങ് നങ് കിളിയും ഓം. അങ് ഉങ് നങ് കിളിയും ഓം. അങ് ഉങ് നങ് കിളിയും ഓം. ഇത് സിദ്ധർ വന്നിട്ട് മൂലിക പൊരുൾകളില് അതുപോലെ തന്നെ നറുമണ പൊരുൾകളിലും അംബികാദേവി ഉണർന്നിടും എന്ന് ഇത് ഈ പ്രണവ മന്ത്രത്തെ കൊടുത്തിരിക്കുന്നു. ഈ മന്ത്രം വന്നിട്ട് ഭയങ്കര പവർഫുൾ ആയത്. ഈ നറുമണ പൊരുൾക്കളെ പോട്ടിട്ട് നിങ്ങളുടെ വേണ്ടുതല് വെച്ചോളുക. അത് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും നിറവേറിക്കിട്ടും. ഇത് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ പൂജയറയിൽ ഒരു നെയ്ദീപം വെച്ചോളുക. നെയ്ദീപം വയ്ക്കാൻ പറ്റാത്തവരാണെങ്കിൽ സാധാരണ ദീപം വെച്ചോളുക. റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പീരീഡ്സ് ടൈമിൽ ഇരിക്കുന്നവര്, പുലവാലായ്മയുള്ളവര്, അങ്ങനെയൊന്നും ഉള്ളവര് ചെയ്യാൻ പാടില്ല. ഇതിന് വന്നിട്ട് നിങ്ങൾ ഒരു പിത്തളയോ ചെമ്പോ ഇല്ലെങ്കിൽ ഒരു മൺപാത്രമോ ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബൗളോ എടുത്തോളുക. ഉരുളിയിരിക്കുന്നെങ്കിൽ അത് എടുത്താലും മതി. ഇല്ല കണ്ണാടി ഗ്ലാസോ കണ്ണാടി ബൗളോ. എന്നിട്ട് അതിൽ നിങ്ങൾ ശുദ്ധജലം ഫില്ല് ചെയ്തോളുക. എന്നതിന് ശേഷം ഈ വെള്ളത്തില് നല്ല മണം കിട്ടുന്ന മുല്ലപ്പൂ വിടുക. അതല്ലെങ്കിൽ ജാതിമല്ലി, അതല്ലെങ്കിൽ പിച്ചിപ്പൂവോ എന്തെങ്കിലും ഒരു പൂവ് നിങ്ങൾ അതിൽ കുറച്ച് ഇട്ടോളുക. മുല്ലപ്പൂവോ പനിനീർ റോസയോ നല്ല വാസന കിട്ടുന്ന പൂവ് ഇട്ടോളുക. പറ്റുന്നത് വരെ നിങ്ങൾ മുല്ലപ്പൂ തന്നെ ഇടാൻ ശ്രമിക്കുക. ഈ പൂവിട്ടല്ലോ, ഇനി ഇതിന്റെ ശേഷം മഞ്ഞൾപ്പൊടി ഒരു പിഞ്ചിടുക, ഒരു നുള്ളിടുക. ദെൻ പച്ചക്കർപ്പൂരം ഇടുക. പച്ചക്കർപ്പൂരം നേരെ എടുത്തിടരുത്. അത് പൗഡറായിട്ട് പൊടിച്ചിങ്ങനെ കൈവച്ച് നേടിയാലേ അത് പൊടിഞ്ഞു വരും. അത് ഒരു പീസിൻ്റെത് അത് ഇട്ടോളുക. ദെൻ വേണ്ടത് ഒരേ ഒരു ഏലക്കായ്, അടുത്ത പൊരുള് ഒരു ഗ്രാമ്പൂ. ഇത്രയേ ഉള്ളൂ. ഇതിലിരിക്കുന്ന ഈ പൊരുൾക്കളിലെ മണം വന്നിട്ട് ഈ വാസന നമുക്ക് വെളിയിൽ വരുമ്പോ വീട്ടിലൊരു ദൈവിക ശക്തി ചുറ്റുന്നതായിട്ട് നമുക്ക് ഫീൽ ആവും. അതിലിരിക്കുന്ന പച്ചക്കർപ്പൂരം, ഗ്രാമ്പൂ, ഇതിലിരുന്ന് വരുന്ന ആ നറുമണം ഉണ്ടല്ലോ, ആ വെള്ളത്തിനോടും ആ പൂവിലോടും കൂടെ ചേർന്ന് വീട്ടിലിരിക്കുന്ന ദൃഷ്ടിയെയെല്ലാം പമ്പ കടപ്പിക്കും. എല്ലാം വെളിയിൽ പോയിടും. ഈ ശുദ്ധജലവും പൂവും ചേരുമ്പോൾ തന്നെ നല്ലൊരു ലക്ഷ്മി കടാക്ഷം അവിടെ വരും. അതിനാലെയാണ് വീട്ടിൽ വന്നിട്ട് ഉരുളിയിൽ പൂവിട്ട് വയ്ക്കണമെന്നൊക്കെ പറയുന്നത്. ഒരു ചില വീട്ടിൽ കണ്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് പൂവിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ശരിയല്ല. ഇതാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ വന്നിട്ട്. ഇപ്പോ വെള്ളത്തില് ഈ പൂവും ബാക്കിയുള്ള പൊരുളും എല്ലാം പോട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ മുന്നേ, ആ മന്ത്രത്തെയും ചൊല്ലി പൂജയറയില് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് പക്കം പാത്ത് നിങ്ങൾ അങ്ങനെ ഈ ബൗള്, ഈ തണ്ണിയെ നിങ്ങൾ ഈ വെള്ളത്തിനെ ഇരിക്കുന്ന പാത്രത്തെ അങ്ങനെ വെച്ചോളുക. മന്ത്രവും ചൊല്ലി നിങ്ങളുടെ വേണ്ടുതലും ചൊല്ലിക്കോളുക. നെക്സ്റ്റ് ഡേ വന്നിട്ട് ഈ തണ്ണി, ഈ വെള്ളം വന്നിട്ട് നിങ്ങൾ കാൽപ്പെടാത്ത ഇടത്തിൽ ഒഴിച്ചു കളയുക. അല്ല വീട്ടിൽ തുളസി ചെടി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒഴിച്ചാലും മതി. ഇതുമൂലം വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു ലക്ഷ്മി കടാക്ഷം കിട്ടും. അന്നൈ അംബികയുടെ അരുളാലെ നിങ്ങൾക്ക് വീട്ടില് 16 സെൽവവും വന്നു ചേരും. സോ ഇന്നത്തെ ഈ തൃതീയ തിഥി എല്ലാരും നന്നായിട്ട് യൂസ് ചെയ്തോളുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാല് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ് സൈഡിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി ഒരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.